നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മഹിക്കും മാളൂനും അല്ലാതെ ഗംഗ ഇവിടെ നിൽക്കുന്നതിൽ മനസ്സുകൊണ്ട് ആർക്കും താല്പര്യമുള്ളതായി എനിക്ക് തോന്നുന്നില്ല. പലരുടെയും തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും പഴി ചാരാനുള്ള ഒരു ജന്മമായി എന്റെ മോൾ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഇവിടെ ഗംഗയ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പു തരാം. മഹി, ജാനകിയമ്മയ്ക്ക് ഗംഗയെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോട്ടെ. അമ്മ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഇത് മാളുവിന്റെ ഇഷ്ടമാ. ഒന്നിന്റെ പേരിലും എന്റെ കുഞ്ഞു വിഷമിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മാളുവിന് ഗംഗയെ വേണമെങ്കിൽ ഗംഗ ഇവിടെ ഉണ്ടാവണം. അതിനുവേണ്ടി ആരുടെ കാല് പിടിക്കാനും എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. എന്റെ മാളു ഒരിക്കലും എനിക്കറിയാൻ പാടില്ല. മുത്തശ്ശി, ഇതിന്റെ അപേക്ഷ. എന്നോടും എന്റെ മോളോടും അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഗംഗയെ ഇവിടുന്ന് കൊണ്ടുപോകരുത്. ഗംഗയ്ക്ക് ഒരു കുറവും ഇവിടെ ഉണ്ടാവില്ല. ഗംഗയെ ആരും വേദനിപ്പിക്കുകയില്ല. ഇത് എന്റെ ഉറപ്പാ. ശരി, ഈ കുഞ്ഞിനു വേണ്ടി മഹിയുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഗംഗയെ ഇവിടെ നിർത്തുകയാ. ഈ തൊള്ളേനി അവളോട് മഹേട്ടനെ വിവാഹം കഴിക്കാൻ പറയൂ. നീ എന്താ ആലോചിക്കുന്നത്? നിന്നെ വിശ്വസിച്ച് ഞാനിവിടെ നിർത്തിയിട്ട് പോണമെങ്കിൽ നീ എനിക്ക് വാക്ക് തന്നേ പറ്റൂ. അല്ലെങ്കിൽ നീ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല ഗംഗേ. മഹിയോട് ഞാൻ നിന്നെ ഇവിടെ നിർത്താമെന്ന് പറഞ്ഞെങ്കിലും എനിക്കത് മാറ്റി പറയേണ്ടി വരും. കാരണം നിന്റെ ജീവിതമാണ് എനിക്ക് വലുത്. മഹി അവന്റെ കുഞ്ഞിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നത് പോലെ ഞാനും എന്റെ മോൾക്ക് വേണ്ടി എന്തിനും തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ വാക്ക് തരാം മുത്തശ്ശി. മുത്തശ്ശി പറയുന്നത് എന്തും ഞാൻ സമ്മതിക്കാം. മാളുനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വയ്യ. ആ കുഞ്ഞിന്റെ കരച്ചിൽ എനിക്ക് കാണാൻ വയ്യ. ഈ ജന്മം മുഴുവൻ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നാലും, വലുതാവുമ്പോ മാളുവിനെ തള്ളി പറഞ്ഞാലും എല്ലാം ഞാൻ സഹിച്ചോളാം. ഇപ്പോ അവൾക്ക് എന്നെ ഇഷ്ടമാണല്ലോ. ഞാൻ അവളുടെ അടുത്ത് ഉണ്ടാവാൻ വേണ്ടി കരയും വാശി പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അത് മതി എനിക്ക്. ഞാൻ മാളുവിന്റെ അടുത്ത് നിന്നോളാം. എന്റെ ശ്രീ മഹേശ്വരനാണ് സത്യം. മുത്തശ്ശി പറയുന്ന ആളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.